നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. നിലമ്പൂരിലേക്കാണ് ആദ്യം. നിലമ്പൂരിൽ മത്സര ചിത്രം തെളിഞ്ഞു. നിലമ്പൂരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി CPIM. സംഘടനാ സ്വാധീനം ഗുണം ചെയ്യുമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. രാഷ്ട്രീയ പോരിന് ഇടതുമുന്നണി സജ്ജമാണെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 19 വർഷങ്ങൾക്ക് ശേഷമാണ് പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിലെ CPIMന്റെ മത്സരം. 2006 P. ശ്രീരാമകൃഷ്ണനാണ് നിലമ്പൂർ മണ്ഡലത്തിൽ CPIM ചിഹ്നത്തിൽ മത്സരിച്ച അവസാനത്തെ ആൾ. പിന്നെയെല്ലാം സ്വതന്ത്ര പരീക്ഷണങ്ങളായിരുന്നു. PV അൻവർ എന്ന സ്വതന്ത്രനിലൂടെ മണ്ഡലം തിരിച്ചുപിടിച്ചെങ്കിലും അദ്ദേഹം പിന്നീട് വഴിപിരിഞ്ഞുപോയി. അൻവർ UDFിലുണ്ടാക്കിയ അസ്വസ്ഥതകൾ മുതലെടുക്കാൻ പാർട്ടി ചിഹ്നത്തിൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം എന്നതായിരുന്നു മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ ആവശ്യം. മണ്ഡലം ചുമതലയിലേക്ക് വന്ന ഇതര ജില്ലകളിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ M. സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കൃത്യമായി ആവശ്യപ്പെട്ടു. പാർട്ടിക്ക് നല്ല സംഘടനാ അടിത്തറയുള്ള നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കുകയാണ് വിജയിക്കാൻ നല്ലതെന്ന ബോധ്യമാണ് സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചത്. M. സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക, അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മികച്ച മതേതര പ്രതിച്ഛായയുള്ള M. സ്വരാജിന് പൊതുവോട്ടുകളും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് CPIMന്റെ പ്രതീക്ഷ. യുവ നേതാവെന്ന നിലയിൽ യുവജനങ്ങളുടെ വോട്ടുകളും പാർട്ടി പ്രതീക്ഷിക്കുന്നു. നല്ല ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം LDFന് CPIMനുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നാന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ്, ഏതെങ്കിലും വ്യക്തി എന്ന നിലക്കല്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPIMന്റെ ഉന്നത നേതൃത്വം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് മണ്ഡലം നിലനിർത്താൻ എല്ലാ തന്ത്രങ്ങളും പയറ്റും. LDFും UDFും തമ്മിലുള്ള നേർക്കുനേർ രാഷ്ട്രീയ പോരാട്ടമായി മാറുന്നതോടെ നിലമ്പൂർ നിലനിർത്താമെന്നാണ് CPIMന്റെ പ്രതീക്ഷ. 24 നിലമ്പൂർ. പാർട്ടി ചിഹ്നത്തിൽ M. സ്വരാജ് തന്നെ നിലമ്പൂരിൽ മത്സരിക്കാനെത്തുമ്പോൾ വലിയ ആവേശത്തിലാണ് LDF ക്യാമ്പ്. പ്രഖ്യാപനം വന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിലമ്പൂരിൽ സ്വരാജിനായി മുദ്രാവാക്യങ്ങളും ഫ്ലക്സ് ബോർഡുകളും ഉയർന്നു. നിലമ്പൂരിൽ CPIM പാർട്ടി സ്ഥാനാർത്ഥി നിർത്തിയതിൽ സന്തോഷമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അണികൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല M. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. വീണ്ടും സ്വതന്ത്ര പരീക്ഷണം ഉണ്ടാകുമോ എന്ന് കരുതിയതിൽ നിന്ന് സ്വരാജിനെ സ്ഥാനാർത്ഥിയായി ലഭിച്ചപ്പോൾ ഇടത് ക്യാമ്പ് ആവേശഭരിതമായി. നിമിഷങ്ങൾക്കുള്ളിൽ നിലമ്പൂരിന്റെ മണ്ണിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. CPIM നിലമ്പൂരിൽ നിർത്താവുന്ന ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമ്പോൾ UDFന് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഇന്ന് രാവിലെ വരെയും കോൺഗ്രസ് ക്യാമ്പിൽ CPIM സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നടന്നുവെന്ന് VD സതീശന്റെ പരിഹാസം. ഇന്ന് രാവിലെ 11 മണിക്ക് വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കിട്ടുമെന്ന് നോക്കിയിട്ട് നടന്ന ആളുകളാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊന്നും പേര് എന്നോട് പറയില്ല, ഞങ്ങളോട് പറയില്ല. സ്ഥാനാർത്ഥി കരുത്തനാണോ എന്ന് 23-ന് വോട്ടെണ്ണുമ്പോൾ അറിയാമെന്ന് PV അൻവർ. അല്ല, മത്സരത്തിന്റെ കടുപ്പവും മത്സരത്തിന്റെ ശേഷിയും സ്ഥാനാർത്ഥിയുടെ വലുപ്പവും UDF LDF രാഷ്ട്രീയത്തിന്റെ വലിപ്പമൊക്കെ എപ്പോഴാണ് അറിയാം? 23 വോട്ടെണ്ണുമ്പോഴാണ്. ഇവരെല്ലാവരും സമന്മാരല്ലേ. നിലമ്പൂർ തിരിച്ചു പിടിക്കുമെന്ന് ആവർത്തിച്ച് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. എന്തായാലും ഒരു നല്ല വിജയം. കഴിഞ്ഞ 2 ടേമായി നഷ്ടപ്പെട്ട UDFന് നഷ്ടപ്പെട്ട നിലമ്പൂർ വലിയ ഭൂരിപക്ഷത്തിന് തിരിച്ചു പിടിക്കാനാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. PV അൻവർ കൂടി മത്സര രംഗത്തുണ്ടായാൽ തീപ്പാറും ത്രികോണ പോരാട്ടമായിരിക്കും നിലമ്പൂരിലേത്. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് താലൂക്ക് ഓഫീസിൽ പ്രകടനമായി എത്തിയാണ് പത്രിക നൽകുക. ഇന്ന് രാവിലെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി ആര്യാടൻ ഷൗക്കത്ത് പുഷ്പാർച്ചന നടത്തിയിരുന്നു. രാവിലെ 11 മണിയോടെയാണ് ആര്യാടൻ ഷൗക്കത്ത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത്. ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഫ്രാൻസിസ് ജോർജ് MPയും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ MLA സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മെഴുകുതിരിയും കത്തിച്ചു.
തന്റെ പിതാവിനൊപ്പം ഏറെക്കാലം പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി തനിക്ക് പിതൃതുല്യനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എപ്പോഴും തനിക്കൊപ്പമുണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത്. ഉമ്മൻചാണ്ടി സാറ് എൻ്റെ പിതാവിനോടൊപ്പം ഒരു മെയ്യായി ഒരു മനസ്സായി 6 പതിറ്റാണ്ടിലേറെ കാലം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണവർ. എനിക്ക് പിതൃതുല്യനായിരുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒളിമങ്ങാത്ത ഓർമ്മകൾ എൻ്റെ കൂടെയുണ്ട്. മുതിർന്ന നേതാവ് AK ആന്റണിയെ ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് തിരുവനന്തപുരത്തെ വീട്ടിലെത്തി സന്ദർശിക്കും. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് UDF. പഞ്ചായത്ത് നേതൃയോഗങ്ങളും കഴിഞ്ഞു. ഇന്ന് ബൂത്ത് തലത്തിലുള്ള നേതൃയോഗങ്ങൾ പൂർത്തിയാക്കും. നാളെ പത്രിക സമർപ്പിക്കുന്നതോടെ പരസ്യപ്രചാരണം ആരംഭിക്കും. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ നേരിട്ടാണ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുക. ടീം 24 നിലമ്പൂർ. ചാഞ്ചാട്ട നിലപാടുകൾക്കൊടുവിൽ UDFന് മുൻപിൽ PV അൻവർ വഴങ്ങുന്നു എന്ന് സൂചന. ഇന്ന് പകൽ കൂടി കാത്തിരിക്കാനുള്ള UDF നിർദ്ദേശം PV അൻവർ അംഗീകരിച്ചു. അല്പസമയത്തിനകം ചേർന്ന UDF യോഗത്തിൽ അൻവറിനോടുള്ള നിലപാടിൽ നിർണായക തീരുമാനമുണ്ടാകും. UDFും PV അൻവറും വഴിപിരിഞ്ഞു എന്ന ക്ലൈമാക്സിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനമെടുത്താണ് ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് പിരിഞ്ഞത്. ഇനി ഒരു രഹസ്യ ചർച്ചയ്ക്കുമില്ലെന്ന് PV അൻവർ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇന്നു പകൽ തീരുമാനം മാറ്റി. 9 മണിക്ക് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം അൻവർ റദ്ദാക്കി. വളരെ ഉത്തരവാദിത്തപ്പെട്ട UDFന്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. TMCയുടെ UDF പ്രവേശന വിഷയത്തിൽ അൻവർ കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടു. ഒപ്പം പ്രധാന സാമുദായിക നേതാക്കളും സംസാരിച്ചു. അൻവർ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുക. തൊട്ടടുത്ത നിമിഷത്തിൽ UDF ഘടകകക്ഷി പ്രഖ്യാപനമെന്ന നിലയ്ക്കാണ് തകൃതിയായ ചർച്ചകൾ. PV അൻവറിനെ നോവിക്കാതെയുള്ള പ്രസ്താവനകളായിരുന്നു ഇന്ന് UDF നേതാക്കളിൽ നിന്നുണ്ടായത്. തിരുത്താൻ തയ്യാറായി വരുന്നു എങ്കിൽ വൈകിട്ട് 7 മണിക്ക് മുമ്പ് കാര്യങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ ഞങ്ങൾ വീണ്ടും സ്വീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ മുൻനിരയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിൻ്റെ 7 മണി വരെ സമയമുണ്ടല്ലോ, അതിനിടയ്ക്ക് അദ്ദേഹം തിരുത്തിയാൽ മതിയല്ലോ. ഇരു കൂട്ടരുടെയും അഭിമാനത്തിന് ക്ഷതമേൽക്കാതെയുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമം. ഇന്നു വൈകിട്ട് 7 മണിക്കാണ് UDF നേതൃയോഗം. അതിനുള്ളിൽ തീരുമാനമറിയാം. ടീം 24 നിലമ്പൂർ. ഇനി മഴ സാഹചര്യം എന്താണെന്ന് നോക്കാം. കനത്ത മഴയിലും കാറ്റിലും വടക്കൻ കേരളത്തിൽ വൻ നാശനഷ്ടം. വയനാട്ടിൽ 13 വീടുകൾ ഭാഗികമായി തകർന്നു. മലപ്പുറം ചങ്ങരംകുളം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കാളികാവ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി. മഴ ശക്തമായതോടെ വയനാട്ടിൽ 13 വീടുകളാണ് ഭാഗികമായി തകർന്നത്. 18 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 60-ലേറെ മരങ്ങൾ കടപുഴകി. വെള്ളമുണ്ട കുഞ്ഞോത്തു തോടിനു കുറുകെ നിർമ്മിച്ച താൽക്കാലിക പാലം ഒലിച്ചുപോയി. കോഴിക്കോട് ബാലുശ്ശേരിയിലും വടകര ചോറോടും വീട് തകർന്നു. നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ വൻമരം കടപുഴകി. മാവൂർ, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ചാലിയാറും ചെറുപുഴയും ഇരവഞ്ഞിപ്പുഴയും കരകവിഞ്ഞൊഴുകുന്നതിനാൽ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കക്കയം അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമെന്നും വെള്ളം തുറന്നുവിടുമെന്നും KSEB അറിയിച്ചു. കുറ്റ്യാടിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. രാവിലെ പെയ്ത മഴയിൽ സ്റ്റേഡിയം ജംഗ്ഷനിൽ വെള്ളം കയറിയതോടെ വ്യാപാരികളും യാത്രക്കാരും ദുരിതത്തിലായി. കോഴിക്കോട് കോർപ്പറേഷൻ അനാസ്ഥയാണത്. കാരണം കഴിഞ്ഞ വർഷം അവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി. ഈ ഭാഗത്ത് ഓവുചാൽ ഉയർത്തിയിട്ട് സ്ലാബ് ഉയർത്തിയിട്ട് ഇവിടുന്ന് ക്ലീൻ ചെയ്താൽ ഈ വെള്ളക്കെട്ട് ഉണ്ടാവില്ല. അതൊരു ചെയ്യുന്നില്ല. ഇതിലപ്പം നടന്നു വരാൻ തന്നെ കഴിയുന്നില്ല. ബസ്സൊക്കെ ചീറിപ്പാഞ്ഞ് വരുമ്പോഴല്ല വെള്ളം ഇങ്ങനെ മേലെ തെറിക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് തെറിച്ച് നനഞ്ഞു വരിക ഞാൻ. മലപ്പുറം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ട്. വെളിയങ്കോട് ശ്രീലങ്കൻ നഗറിൽ വീടുകളിൽ വെള്ളം കയറി. ചങ്ങരംകുളം മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. ഇന്ന് 7 പേരാണ് മഴക്കെടുതിയെ തുടർന്ന് മരിച്ചത്. അടുത്ത 5 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിലാണ് റെഡ് അലർട്ട്. പല നദികളും കരകവിഞ്ഞതോടെ തീരവാസികളെ മാറ്റിപ്പാർപ്പിച്ചു.
നേരത്തെ എത്തിയ പെരുമഴയിൽ വിറങ്ങലിച്ചു കേരളം. ജൂൺ എത്തും മുന്നേ സംസ്ഥാനമാകെ കാലവർഷം അതിശക്തം. തോരാപ്പെയ്ത്തിലും കനത്ത കാറ്റിലും വ്യാപക നാശനഷ്ടമാണുണ്ടായത്. 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജൂൺ 6 മുതൽ മഴയുടെ അളവ് കുറയും. മെയ് 30 മുതൽ ജൂൺ 5 വരെ കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ സാധ്യത പറയുന്നുണ്ട്. ജൂൺ 6 മുതൽ 12 വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയെ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി ആന്റണി മരിച്ചു. എറണാകുളം തിരുമാറടിയിൽ മരം വീണ് 80-കാരി അന്നക്കുട്ടി ചാക്കോയ്ക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് പാലാക്കുന്ന് സ്വദേശി സിദ്ദിഖ് ഒഴുക്കിൽപ്പെട്ടു മരിച്ചു. എറണാകുളം വടക്കേക്കരയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കോൺക്രീറ്റ് കട്ട വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ആര്യയാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോട്ടയം പാറക്കക്കടവിൽ മീൻ പിടിക്കാൻ പോയ 2 പേർ വള്ളം മറിഞ്ഞു മരിച്ചു. കൊല്ലാട് സ്വദേശി ജോബി വിജയ്, അരുൺ സാം എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മീൻപിടുത്തത്തിന് പോയി കാണാതായ ആൾക്കായി തിരച്ചിൽ തുടരുകയാണ്. 1894 പേരെയാണ് 66 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചത്. ഇതുവരെ പ്രളയസാധ്യത പ്രവചിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഡാമുകളിൽ വെള്ളം നിർത്തരുതെന്നും എന്നാൽ രാത്രി വെള്ളം തുറന്നുവിടരുതെന്നുമാണ് നിർദ്ദേശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും വീടുകൾ തകർന്നു. പല മേഖലകളിലും തകർന്ന വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. മരം വീണ് നിരവധി വീടുകൾ തകർന്നു. ചെമ്പഴന്തി ആനന്ദേശ്വരം സ്വദേശി അനിൽകുമാറിന്റെ വീട് പൂർണ്ണമായി തകർന്നു. വീടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന അനിൽകുമാറും മാതാവും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വലിയൊരു കാറ്റടിച്ച സഹോദരമാണ് വിളിച്ചു പറഞ്ഞ് ഓടിക്കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ എണിച്ച് നോക്കിയപ്പം ഈ സൈഡില്ല, സൈഡ് മൊത്തം കൊണ്ടുപോകും. ഞാൻ എഴിച്ചപ്പോൾ ഇല്ല, കട്ട വന്ന് എൻ്റെ കയ്യിലടിച്ച് ഞാൻ ചാടി എങ്ങനെ ഒരു വെളിയിൽ കിടന്ന് എന്നെ വിളി എന്നെ പേടിച്ചു പോയി. വർക്കല ഇടവയിൽ 2 മരം വീണ് വീട് തകർന്നു. വിതുരയിലും വിഴിഞ്ഞത്തും കഴക്കൂട്ടത്തും കിളിമാനൂരിലും നെടുമങ്ങാടും വിവിധ വീടുകൾ ഭാഗികമായി തകർന്നു. വ്യാപകമായി മരമൊടിഞ്ഞു വീണ് വൈദ്യുത ബന്ധം താറുമാറായി. ഇന്നലെ രാത്രി മുതൽ മലയോര മേഖലയിലെ പലയിടങ്ങളിലും വൈദ്യുതിയില്ല. കേശവദാസപുരത്ത് അപകടാവസ്ഥയിലിരിക്കുന്ന കൂറ്റൻ ഫ്ലക്സ് ബോർഡ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. റെയിൽവേ ലൈനിലേക്ക് മരം വീണ് പ്രതിസന്ധിയിലായ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരുമിച്ച് തത്സമയം. ആ ദൗത്യം പരിപൂർണമായി നിർവഹിക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അത് നേടിയെടുക്കാൻ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. AK ആന്റണിയെ സന്ദർശിച്ച ശേഷമാണ് ആര്യടൻ ഷൗക്കത്ത് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച ശേഷമാണ് AK ആന്റണിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയത്. അവിടെ മറ്റു പ്രവർത്തകരും ഒപ്പമുണ്ട്. നിലമ്പൂരിൽ ഉറച്ച വിജയപ്രതീക്ഷയാണ് എന്നാണ് ഷൗക്കത്തിന്റെ പ്രതികരണം. വെൽക്കം ബാക്ക്. വാർത്താ സന്ധ്യ തുടരുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. ജമ്മുകശ്മീരിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ സമഗ്ര പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. മന്ത്രിമാരും സെലിബ്രിറ്റീസും കശ്മീർ സന്ദർശിക്കും. ടൂറിസം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. അഡ്വഞ്ചർ ടൂറിസവും തീർത്ഥാടനവും പ്രോത്സാഹിപ്പിക്കാനും തീരുമാനമായി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആ മേഖലയിലെ എല്ലാ വ്യവസായങ്ങളും അല്ലെങ്കിൽ ഈ വ്യാപാര മേഖലകൾ, ടൂറിസം മേഖല എല്ലാത്തിനും വലിയ തകർച്ചയുണ്ടായിരുന്നു. അതിലിപ്പോൾ സർക്കാർ ഇടപെടൽ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ്, ഏത് രീതിയിലാണ് പുതിയ പദ്ധതികൾ? പ്രജിൻ, പഹൽഗാം ഭീകരാക്രമണം വലിയ തോതിൽ ജമ്മു കശ്മീരിന്റെ ടൂറിസം മേഖലയെ ബാധിച്ചിട്ടുണ്ട്. കാരണം ടൂറിസ്റ്റുകൾക്ക് നേരെയാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത് എന്നത് തന്നെ സംസ്ഥാനത്തേക്ക് വിനോദസഞ്ചാരത്തിനായി എത്താൻ ടൂറിസ്റ്റുകൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെയാണ് അതിന് പിന്നാലെ നടന്ന ഇന്ത്യ പാക് സംഘർഷ സാഹചര്യവും ടൂറിസം മേഖലയെ കടുത്ത തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇത് സമഗ്ര മേഖലകളെയും ടൂറിസവുമായി ബന്ധപ്പെട്ട നേരിട്ട് ജോലി ചെയ്യുന്നവർക്കപ്പുറം വ്യവസായ മേഖലയെ
ഉൾപ്പെടെ കടുത്ത തോതിൽ ബാധിച്ച ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ യോഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജമ്മു കശ്മീർ സന്ദർശനത്തോട് അനുബന്ധിച്ച് ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള തീരുമാനങ്ങളും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും സംസ്ഥാനത്ത് നിലവിലുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ശക്തമാക്കുക, കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക, ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ സുരക്ഷ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഒരു തീരുമാനം. മറ്റൊന്ന്, പുതിയ ടൂറിസം കേന്ദ്രങ്ങൾ കണ്ടെത്തി അവയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ചെറിയ ഏതാണ്ട് 50-ലേറെ ടൂറിസം കേന്ദ്രങ്ങൾ ജമ്മു കശ്മീരിലുണ്ട്. ഇവയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക, ഒപ്പം തീർത്ഥാടനവും അഡ്വഞ്ചർ ടൂറിസത്തെയും പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നാവികസേന ഒരുങ്ങി ഇറങ്ങിയിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ 4 ഭാഗങ്ങളായി മാറിയേനെയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേന പടക്കപ്പലായ INS വിക്രാന്ത് സന്ദർശിച്ചാണ് രാജ്നാഥ് സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശനം നടത്തി. INS വിക്രാന്ത് സന്ദർശിച്ചാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നാവികസേനയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനം അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നാവികസേന തയ്യാറെടുത്തപ്പോൾ തന്നെ ശത്രു ഞെട്ടിവിറച്ചു. 1971 യുദ്ധത്തിൽ നാവികസേന ഇറങ്ങിയപ്പോൾ പാകിസ്ഥാൻ 2ആയി. ഓപ്പറേഷൻ സിന്ദൂറിൽ അതുപോലെ ഇറങ്ങിയിരുന്നെങ്കിൽ പാകിസ്ഥാൻ 2 അല്ല 4 ആയേനെന്നും രാജ്നാഥ് സിംഗ്. इंडियन नेवी हरकत में आई थी तो पाकिस्तान 1 से 2 हो गया था. अगर ऑपरेशन सिंदूर में भारतीय नौसेना अपनी फॉर्म में आई होती तो पाकिस्तान के 2 टुकड़े ही न होते, बल्कि मैं समझता हूं शायद 4 टुकड़े हो जाते. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സന്ദർശനം നടത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തീവ്രവാദത്തിനെതിരെ ആഞ്ഞടിച്ചു. സാധാരണക്കാർക്കും സായുധ സേനയ്ക്കും നേരെയുള്ള ആക്രമണങ്ങൾക്ക് തക്കതായ മറുപടി നൽകുമെന്ന് അമിത്ഷാ പറഞ്ഞു. 24 ഡൽഹി. എറണാകുളത്ത് മാല മോഷ്ടാക്കളെ പോലീസ് സാഹസികമായി പിടികൂടി. ഉത്തർപ്രദേശ് സ്വദേശികളെയാണ് ആലുവ തോട്ടക്കാട്ടുകരയിൽ നിന്ന് പിടികൂടിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, എപ്പോഴാണ് ഈ മാല മോഷണം നടന്നത്? എങ്ങനെയാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിയത്? ഇവരെ സാഹസികമായി പിടികൂടിയത് എങ്ങനെയാണ്? മഴ സമയത്ത് മാല പൊട്ടിക്കാൻ ഇറങ്ങിയ മോഷ്ടാക്കളെയാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. ഉത്തർപ്രദേശ് സ്വദേശി ആരിഫ്, ഡൽഹി സ്വദേശി ഫൈസൽ എന്നിവരെയാണ് തോട്ടക്കാട്ടുകരയിൽ വെച്ച് പോലീസ് ജീപ്പ് ബൈക്കിന് കുറുകെയിട്ട് പോലീസ് പിടികൂടിയത്. ഇവർ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഡൽഹിയിൽ നിന്നും ആലുവയിൽ എത്തിയത്. അവിടെ പാർക്ക് ചെയ്ത ഒരു ബൈക്ക് മോഷ്ടിച്ച് കമ്പനിപ്പടിയിൽ എത്തുകയും ആദ്യം ഒരു യാത്രക്കാരുടെ മാല പൊട്ടിച്ച് ചെങ്ങമ്മനാട് ഭാഗത്തേക്ക് കടക്കുകയുമായിരുന്നു. അവിടെ നിന്ന് പാലപ്രശ്ശേരി, മേക്കാട്ട് എന്നീ സ്ഥലങ്ങളിലെത്തി മാല പൊട്ടിച്ചു. തുടർന്ന് നെടുമ്പാശ്ശേരിയിലെത്തി അവിടെയും ഒരു മാല പൊട്ടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. ഇതോടെയാണ് വിവരമറിഞ്ഞ പോലീസ് സംഘം ജില്ലയിലാകെ തിരച്ചിൽ ആരംഭിച്ചത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളുടെ സാന്നിധ്യം പോലീസ് തിരിച്ചറിയുകയും പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തത്. വളരെ സാഹസികമായി ജീപ്പ് കുറുകെയിട്ട് ഇവരെ പിടികൂടുകയായിരുന്നു. റോഡിലൂടെ ഒരു ചേസ് തന്നെയാണ് പോലീസ് നടത്തിയത്. അപകടകരമായി ബൈക്ക് ഓടിച്ച് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ മാല പൊട്ടിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഏതായാലും ഈ 2 പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. 4 മാലകളും മോഷ്ടിച്ച ബൈക്കും പ്രതികളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിസാഹസികമായിട്ടാണ് പോലീസിന്റെ ഈ പ്രതികളിലേക്ക് എത്തുകയും അവരെ പിടികൂടുകയും ചെയ്യുന്ന നടപടികൾ പൂർത്തീകരിച്ചത്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC ഡോക്ടർ സിസ തോമസിന്റെ ഹർജിയിൽ സർക്കാരിന് തിരിച്ചടി. പെൻഷൻ ഉൾപ്പെടെ 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യം തടയുന്നത് ശരിയല്ലെന്ന് നിരീക്ഷിച്ചാണ് നടപടി. വിരമിക്കൽ ആനുകൂല്യം 2 വർഷത്തിലധികം കാലം തടഞ്ഞുവെക്കുന്നത് നീതീകരിക്കാൻ കഴിയില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപായി മാതൃസ്ഥാപനത്തെയും വകുപ്പിനെയും സിസ തോമസ് അറിയിച്ചില്ലെന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ മറുപടി. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്.